മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. കർത്താവായ ദൈവം ഈ ലോകത്തെയും ഇതിലുള്ള സകലത്തെയും സൃഷ്ടിച്ച് തൻ്റെ സ്നേഹത്തിൽ എല്ലാറ്റിനെയും പരിപാലിച്ചുകൊണ്ടിരിക്കുക. സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിൽ സകല ചരാചരങ്ങളിലേക്കും അവൻ അനുഗ്രഹം വർഷിക്കുന്നുണ്ട്. അതെല്ലാം സ്വീകരിക്കുന്ന ചരാചരങ്ങൾ നിത്യനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഓരോ പ്രഭാതവും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്ന അവസരമാണ് പ്രഭാതം. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ് എന്ന് ഓരോ പ്രഭാതവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് നമ്മെ നയിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മിൽ നിറയണം. ഈ വചനം നിറയുവാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ വചനം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും, വചനം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും, വചനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ക്രമീകരിക്കുവാനും നമ്മുടെ ജീവിത മേഖലകളെയെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചു. ആ വചനത്തെ സ്വീകരിച്ച് അനുഗ്രഹമാക്കി മാറ്റി. നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനും വചനം സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. പ്രത്യേകമായി ഇന്ന് നമുക്ക് നമ്മുടെ നിയോഗമായി ഈ ലോകത്തിന് സമാധാനം ഉണ്ടാകാനായി പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള എല്ലാവരും ശാന്തിയിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ തക്കവിധം കർത്താവേ, എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകണമേ. ആ സന്തോഷത്തിലും സമാധാനത്തിലും പരസ്പര സ്നേഹത്തിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹം എല്ലാവരിലേക്കും ഈ ലോക ജനതകളിലേക്ക് വർഷിക്കണമേ എന്ന് നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനം ശ്രവിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാം
ഞങ്ങളുമീ മണ്ണിൽ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ടവരെ, ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനവസാനം കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്. എല്ലാവരേക്കാൾ അധികമായി നീതീകരിക്കപ്പെട്ടവനാണിവൻ. ചുങ്കക്കാരനെക്കുറിച്ച് പറയുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനോ താഴ്ത്തപ്പെടും. ഒരു വ്യക്തി തൻ്റെ അഹങ്കാരത്തിലും അഹംഭാവത്തിലും ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത്, ഒരു വ്യക്തിയിൽ അഹങ്കാരം കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം തകർന്നു പോകും. അഹങ്കാരം ദേശങ്ങളെ തന്നെയും ഇല്ലാതാക്കി കളയുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം വളരെ കൃത്യമായി തന്നെ 8-9 വചനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അഹങ്കാരവും അനീതിയും നിറഞ്ഞു കഴിഞ്ഞാൽ ദേശങ്ങൾ തന്നെയും ഇല്ലാതായിത്തീരും. അപ്പോൾ അഹങ്കാരം ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അഹംഭാവത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയും അവരുടെ ജീവിത സാഹചര്യങ്ങളും മെല്ലെ മെല്ലെ തകർക്കപ്പെടാൻ തുടങ്ങുകയാണ്. എന്നാൽ എളിമയിലും വിനയത്തിലുമായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ ജീവിത മേഖലകളും സാഹചര്യങ്ങളും അനുഗ്രഹമായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം അപ്രകാരം തന്നെ, യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പരം വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, യുവജനങ്ങളെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരുന്നു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. യുവജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശ്രേഷ്ഠന്മാരെ അനുസരിക്കണം, അവർക്ക് വിധേയരായിരിക്കണം. ഈ വിധേയത്വം ഉണ്ടാകണമെങ്കിൽ, അനുസരണം ഉണ്ടാവണമെങ്കിൽ നമ്മളെ ഞാനെന്ന ഭാവം ഇല്ലാതായിത്തീരണം. അതായത് അഹങ്കാരം നമ്മിൽ നിന്നും അകറ്റി നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തിൽ വർത്തിക്കുവാനും സന്തോഷത്തിലായിരിക്കുവാനും എല്ലാവരോടും സഹവർത്തിത്വത്തിലായിരിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്നിട്ട് വീണ്ടും പറയുന്ന ഇപ്രകാരമാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം അഹങ്കാരികളെ എതിർത്ത് വിനയമുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിനയമുണ്ടെങ്കിൽ അനുഗ്രഹം ലഭിക്കും എന്ന് ഈശോ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അഹങ്കാരികളെ എതിർക്കുന്ന ഒരു ദൈവമാണ്. എതിർപ്പ്, അഹങ്കാരം ഉള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല. എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം. അഹങ്കാരം കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവം അവരിൽ പ്രസാദിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഈ തിന്മ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, അഹങ്കാരം എന്ന തിന്മ. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടായെങ്കിൽ
അധപതനം നമ്മിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ അത് നമ്മളെ എല്ലാ നന്മകളെയും നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, യുവജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ശ്രേഷ്ഠന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. എളിമയിലേക്ക് കടന്നു വന്ന് അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു ചെറുകഥ ഇപ്രകാരമാണ്. ഒരിക്കൽ കുഞ്ഞനുറുമ്പും ഒരു ആനക്കുട്ടിയും അവർ രണ്ടുപേരും കൂടെ നടക്കാനായിട്ട് പോയി. കുഞ്ഞനുറുമ്പും ആനക്കുട്ടിയും രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. അവരിങ്ങനെ നടക്കാൻ പോയി കുറേ ദൂരം അങ്ങ് നടന്നു വന്നു കഴിഞ്ഞ് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ കുഞ്ഞനുറുമ്പ് ആനക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഈ കുഞ്ഞനുറുമ്പിന് വളരെ സന്തോഷമാണ് ഈ ആനക്കുട്ടിയുടെ കൂട്ടത്തിൽ പോകാൻ. അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് റോട്ടിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴേക്കും ഈ കുഞ്ഞനുറുമ്പിൻ്റെ അടുത്ത് ആനക്കുട്ടി പറഞ്ഞു, നീ വളരെ ചെറുതാണ്, ഞാനോ വളരെ വലിയവനാണ്. അപ്പോൾ നീയാണോ വലുത്, ഞാനാണോ വലുത് എന്ന് ചോദിക്കുക. അപ്പോൾ കുഞ്ഞനുറുമ്പ് പറഞ്ഞു, ഞാൻ ചെറുതാണെങ്കിലും എനിക്ക് കുറേ കഴിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആനക്കുട്ടി പറഞ്ഞു, നീ ചെറുതാണെങ്കിൽ ഞാനൊന്ന് ഊതിക്കഴിഞ്ഞാൽ നീ പറന്നു പോകത്തേ ഉള്ളൂ, എനിക്ക് അത്രയും ശക്തിയുണ്ട്. ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം പറഞ്ഞ് തങ്ങളുടെ പൊങ്ങച്ചമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, വഴിയിൽ അവരൊരു വാഹനം കാണുകയാണ്. വാഹനം കണ്ടു. ആ വാഹനം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതവിടെ വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ വാഹനം അവിടെ കിടന്നതുകൊണ്ട് അവർക്ക് പോകാനായിട്ടൊരു തടസ്സമായി തീരുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ആനക്കുട്ടി പറഞ്ഞു, ഞാൻ ഈ വാഹനം ഇടിച്ചു മറിച്ച് അപ്പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞനുറുമ്പ് പറഞ്ഞു, നീ ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് തന്നെ പരുക്ക് പറ്റും, അത് കാരണം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ആനക്കുട്ടി സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ബലമുണ്ട്, ഈ വാഹനമൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇതൊക്കെ എനിക്ക് നിഷ്പ്രയാസം ചവിട്ടി നിലംപരിശാക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ അഹങ്കാരത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞനുറുമ്പ് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ആനക്കുട്ടി അതൊന്നും സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇവൻ പോയി ആ വാഹനത്തെ തുമ്പിക്കൈ കൊണ്ട് കുത്തി മറിച്ച്, കൊമ്പ് കൊണ്ട് കുത്തി, തുമ്പിക്കൈ കൊണ്ട് വലിച്ച് എല്ലാം ചെയ്തു. അതിലുണ്ടായിരുന്ന കമ്പിയെല്ലാം കൂടെ ഇളകി ഇവൻ്റെ മുഖത്ത് വന്നടിച്ച് മുഴുവനും പരുക്ക് പറ്റുകയാണ്. പരുക്ക് പറ്റി അവനത് ചവിട്ടി ഒരു സൈഡിലോട്ടൊക്കെ ആക്കി. അവൻ്റെ കാലിന് പരുക്ക് പറ്റി, മൂക്കിന് പരുക്ക് പറ്റി അവിടുന്ന് രക്തം എടുക്കാൻ തുടങ്ങി. ഒരു തരത്തിൽ അത് തള്ളി മാറ്റി ഇവൻ അവിടെ നിന്ന് മാറുകയാണ്. കുഞ്ഞനുറുമ്പ് ഇവൻ്റെ പുറകെ വന്നപ്പോൾ ഈ ആനക്കുട്ടി പറയുകയാണ്, എനിക്ക് വളരെയധികം വേദനയുണ്ട്, നീ എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണം. അപ്പോൾ ഈ കുഞ്ഞനുറുമ്പ് പറയുക, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ നീ ഇത്തരം പണികളിലേക്ക് പോകണ്ട, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന്? നിൻ്റെ അഹങ്കാരമല്ലേ ഈ തിന്മ വരാനായിട്ട് കാരണമായത്? അപ്പോഴേക്ക് ആനക്കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇവൻ കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ എന്തെങ്കിലും മരുന്ന് കൊണ്ട് തരാം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞനുറുമ്പ് പോയി അവന് മരുന്ന് കൊണ്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കഥ അങ്ങ് നീണ്ടു പോവുകയാണ്. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യം ഇതാണ്. ഒരു കുഞ്ഞനുറുമ്പ് അവൻ ചെറിയവനാണെങ്കിലും ചെറിയവനാണ് എന്ന ബോധ്യത്തോടെ അവൻ ജീവിച്ചു കഴിഞ്ഞപ്പോൾ വലിയവനായി തീരുകയാണ്. അവനിൽ അഹങ്കാരമില്ലായിരുന്നു. എന്നാൽ
ഈ ആനക്കുഞ്ഞ് അവൻ വലിയവനാണ് എന്ന ഭാവത്തിൽ ജീവിക്കാൻ തുടങ്ങി. എനിക്ക് ശക്തിയുണ്ട്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, പൊങ്ങച്ചക്കാരനായി മാറുകയാണ്. അവിടെയാണ് ഇവൻ്റെ പരാജയം വന്നത്. എനിക്കെന്തും ചെയ്യാൻ സാധിക്കുമെന്ന ചിന്ത, അത് അഹങ്കാരമാണ്. എന്നെ ആരും തോൽപ്പിക്കാനില്ല എന്ന ചിന്ത അഹങ്കാരമാണ്. അതവസാനം ദുഃഖത്തിലേ ചെന്നെത്തിക്കുകയുള്ളൂ എന്ന് ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് വചനം പറഞ്ഞത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനോ താഴ്ത്തപ്പെടും. അപ്പോൾ ഉയർന്നു നിൽക്കുന്നവർ താഴ്ത്തപ്പെടും. അതുപോലെ തന്നെ ഒരു മരത്തിന് നല്ല ഫലങ്ങളുണ്ടാകണം. നല്ല ഫലങ്ങളുള്ള മരം എപ്പോഴും താഴ്ന്നു നിൽക്കത്തേ ഉള്ളൂ. ഒരു മാവ് നിറച്ച് മാങ്ങയുണ്ടെങ്കിൽ ആ മാവിൻ്റെ ശിഖരം എപ്പോഴും താഴ്ന്നേ നിൽക്കുകയുള്ളൂ, ഉയർന്നു നിൽക്കുകയില്ല. കാരണം ആ മാങ്ങയുടെ ഭാരം കാരണം അതെപ്പോഴും താഴ്ന്നാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നന്മയുള്ള വ്യക്തികൾ ഒരിക്കലും അഹങ്കരിക്കില്ല, അവർ താഴ്ന്നു നിൽക്കും. അതിലൂടെ അവരുടെ ജീവിതങ്ങളെല്ലാം മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളായിത്തീരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവിധം നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു വിളിയിൽ നമ്മളതിന് പ്രത്യുത്തരം നൽകുന്നത് എളിമയിലൂടെയാണ്, മറ്റുള്ളവരോട് സ്നേഹത്തിൽ വർത്തിച്ചുകൊണ്ടാണ്. നമ്മളെ അഹങ്കാരവും അഹന്തയും ഞാനെന്ന ഭാവവും ഒരിക്കലും നമുക്ക് സന്തോഷം തരികയില്ല. അപ്പോൾ എളിമയുള്ളൊരു ഹൃദയവും മനസ്സും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളിലെ അഹങ്കാരത്തെ എല്ലാം അകറ്റിക്കളയണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഈ അനുഗ്രഹം പ്രാപിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ നിയോഗം ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കാം. ലോകസമാധാനം, ലോകത്തിലുള്ള എല്ലാവരും ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ തക്കവിധം എല്ലാവരിലും എളിമയും ശാന്തതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരസ്പര സ്നേഹവും ഐക്യവും എല്ലാവരിലും നിറയുവാൻ, ലോകരാജ്യങ്ങൾക്കിടയിലും സമാധാനവും സന്തോഷവും ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവമേ, എല്ലാ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ശാന്തിയിലും സമാധാനത്തിലും സന്തോഷത്തിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളിലേക്ക് കൃപ ചൊരിയണമേ. പ്രത്യേകമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ നിമിഷം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ എല്ലാ വിശുദ്ധരുടെയും പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. സ്വർഗീയ ദൂതന്മാരുടെ പ്രത്യേകമായിട്ടുള്ള സഹായം നമുക്ക് യാചിക്കാം. കാവൽ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും സഹായവും നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം യാചിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം.
തിരുസഭയോട് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും എല്ലാ സമർപ്പിതരോടും ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ഇന്ന് മരിയം കൂടാരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് കർത്താവിന് സമർപ്പിക്കാം. ഡിവൈൻ ഗുഡ്നസ് ചാനലിന് സമർപ്പിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയം കൂടാരങ്ങളിലൊക്കെ ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരോട് ചേർന്ന് ഇന്നേ ദിവസം നമുക്ക് സാധിക്കുന്നത്രയും പ്രാർത്ഥനയിലായിരിക്കാനായി പരിശ്രമിക്കാം. ജപമാലയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലി പ്രത്യേകമായിട്ട് അവരോടെല്ലാം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹവും സന്തോഷവും സമാധാനവും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും കടന്നു വരുവാനും എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാനുമായി നമുക്ക് സാധിക്കും വിധത്തിൽ ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥനയിലായിരിക്കുവാനായി പരിശ്രമിക്കാം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.